ഹലോ ഗീസേ, അനീഷാണ് ഞങ്ങളുടെ മനസ്സിൽ വിന്നർ, അനുമോളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട് ഗീസേ യൂട്യൂബിലൊക്കെ. അപ്പോൾ എന്തല്ലേ, ബിഗ് ബോസിൽ ആര് ജയിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ അനീഷ്, അല്ലെങ്കിൽ ഞങ്ങളുടെ നെവിൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ അക്ബർ, ഞങ്ങളുടെ ഷാനവാസിക്ക്, ഞങ്ങളുടെ അതില, ഞങ്ങളുടെ നൂറ്, അവരാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ഓരോ അവകാശവാദങ്ങളാണ്. ഞാൻ കാര്യം കേസ് അത് ശരി. പിന്നെ ബിഗ് ബോസിലെ വിന്നർ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരാളെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ബിഗ് ബോസ് വഴി ഒരാൾ വോട്ടിങ്ങിലൂടെയൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കൊന്നും ഒരു വിലയില്ലേ. ഞാൻ അനുമോളുടെ സപ്പോർട്ടറൊന്നുമല്ല കേട്ടോ. അനുമോൾ കപ്പടിക്കുന്നുള്ള കാര്യം നേരത്തെ കുട്ടിയും ധാരണ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അക്ബറിന് കിട്ടും, അക്ബറിനുള്ള കപ്പ് എന്നുള്ള പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കണതുകൊണ്ട് കുറേ വർത്തമാനങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അനുമോൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് അതുപോലെ തന്നെ ആവും ചെയ്തു. അനുമോൾ ആ കപ്പിന് ഡിസേർവിങ് ആണോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നുള്ള രീതിയായിരിക്കും പൊതുവെ അഭിപ്രായങ്ങളുണ്ടാവുക. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ബിഗ് ബോസ് വഴി ഒരാൾ വിന്നറായല്ലോ, അപ്പോൾ അയാൾ വിന്നറായി, അത്ര തന്നെ. അത് അംഗീകരിക്കുക, എക്നോളജ് ചെയ്യുക, അതന്നെ ഈ സംഗതി ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അനുമോൾ ബിഗ് ബോസ് വിന്നറായിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകളുടെ നിലവാരം അത്രയേ ഉള്ളൂ നടത്തും. മലയാളികളുടെ പൊതുവായിട്ടുള്ള അവർക്ക് അത്രേ വേണ്ടുള്ളൂ. അതായത് അതിവൈകാരികത, അതിഭാവുകത്വം, അതേപോലെ തന്നെ ഒട്ടും പുരോഗമനപരമല്ലാത്ത രീതിയിലുള്ള ചിന്തകൾ, കുലസ്ത്രീ സംഭവങ്ങൾ, കുൽസിതം, ഇതൊക്കെ കേൾക്കാനും കാണാനും ആളുകൾക്ക് താല്പര്യം. അപ്പോൾ അത് ആളുകൾക്ക് എന്താണ് അതുപോലെ ഒറ്റപ്പെടൽ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് അനുമോൾക്ക് കൃത്യമായിട്ട് ആ ഗെയിം അറിയാം. അവൾ അതിനനുസരിച്ച് കളിച്ചു. പിന്നെ നല്ലൊരു PR ഉണ്ടായിരുന്നു. ഏതോ വിനോ അങ്ങനെ എന്തോ അല്ലേ ചെങ്ങളുടെ പേര്. അപ്പോൾ അതൊക്കെ ആയിട്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റായി നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ മൊത്തം ഡീഗ്രേഡ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ ഏറ്റവും അവസാനം ബിഗ് ബോസ് വിന്നറായി, അവൾക്ക് കപ്പ് കിട്ടി, അത്രേ ഉള്ളൂ. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാണ്ട് അനീഷാണ് റിയൽ ബിഗ് ബോസ് വിന്നർ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും കാര്യമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് നെവിനാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നെവിനാണ് കപ്പടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? നെവിനാണ് ശരിക്കുള്ള വിന്നർ? അങ്ങനെയൊന്നുമില്ല. ഇതൊരു കോമ്പറ്റീഷനാണ്, സംഭവം അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കുക. അല്ലാണ്ട് ബിഗ് ബോസ് അതിലെ ഏറ്റവും മികച്ച വ്യക്തിയെ സെലക്ട് ചെയ്യാനുള്ള ഷോ എന്നല്ല ബിഗ് ബോസ്. പലരും മറ്റേ അനീഷ് അടിപൊളിയാണ്, അപ്പോൾ അനീഷാണ് ശരിക്കുള്ള ബിഗ് ബോസ് വിന്നർ. അതെന്ത് പരിപാടി? ഇപ്പോൾ എന്താ ഡ്യൂപ്ലിക്കേറ്റ് വിന്നർ? അവിടെ ഗെയിം ആര് കളിക്കുന്നു, ആർക്ക് വോട്ട് കിട്ടണോ അവർ ജയിക്കണോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് അനുമോളേക്കാൾ മികച്ച വ്യക്തി അനീഷ്, അല്ലെങ്കിൽ അക്ബറിനേക്കാൾ മികച്ച വ്യക്തി ഇന്നാൾ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നെവിനിപ്പോൾ കപ്പ് കിട്ടിയില്ല, അതൊക്കെ നെവിൻ്റെ ഒരു കാര്യം കേട്ടോ. നെവിൻ്റെ ഇൻ്റർവ്യൂവിൽ നെവിൻ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നല്ലേ, എനിക്കിത് ഇവിടെ ഈ ഒരു സാറെ കിട്ടിയത് തന്നെ ഞാൻ അങ്ങനെ അത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുവരെയെങ്കിലും എത്തിയല്ലോ ആ ഒരു സംഗതി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇത് വേറെ കാര്യമൊന്നുമില്ല. അത് എന്തായാലും കപ്പിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഇതിലുള്ളൊരു ഫൈറ്റ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ചേരി തിരിഞ്ഞിട്ടുള്ള ആക്രമണം, എന്തൊക്കെയാണ് ഡീഗ്രേഡ് ചെയ്യലും പരിപാടികളൊക്കെ, അതൊക്കെ തീർന്നല്ലോ ആ ഒരു സമാധാനം. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പോലെയല്ലേ. ഇപ്പോൾ അനീഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു, അനീഷ് 100% ഉറപ്പിച്ചതാണ് ഞാൻ ബിഗ് ബോസ് വിന്നറാവുന്നൊക്കെ. അതുവരെ എത്തിയില്ല, എന്നെ വലിയ കാര്യം. അനീഷ് ടാലൻറ്റഡ് ആണ് കേട്ടോ. ഞാനത് അതിനെ കുറച്ച് വില കുറച്ച് ഇതല്ല, ഒരു കോമണറായിട്ട് അതുവരെ എത്തിയില്ലേ. ഒരു തരത്തിൽ പറഞ്ഞാൽ അനീഷ് കോമണർ അല്ല എന്നുള്ളൊരു വൈബിലാണ് ഓൻ അവിടെ നിന്നായിരുന്നു. ഓൻ ആ കോമണർ കാർഡ് അവിടെ ഇറക്കി കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഓക്കെ. അതുപോലെ അനുമോൾ വൻ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ലെവലാണ്. അനുമോൾ തുടക്കത്തിൽ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അനുമോൾ ആ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ പറയണോ, ഇല്ല ഒരു ബിഗ് ബോസ് വിന്നറായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ടൊന്നും അത് തോന്നിയില്ല കേസ്. അനുമോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണത് അവിടെ? അനുമോളും PR തമ്മിൽ എന്തൊക്കെ അതിനിടയിൽ കത്ര പറ്ററത്, അവളാ ചളിയെ വന്ന് വിളക്കോതി. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞ് ഗൈസ്. എന്തായാലും നെവിൻ കണ്ടോ, ഇനി തമിഴ് ബിഗ് ബോസ് ഉണ്ട്, ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ഉണ്ടല്ലോ. അതെ അവ ഒരു ഉള്ളിൽ കള്ളമൊന്നുമില്ല, അതങ്ങനെ പറയണം. എന്തായാലും ബിഗ് ബോസ് കയറിയ ആളുകൾക്ക് എത്ര 60,000 എന്താണ് അനുമോൾക്ക് കിട്ടിയായിരുന്നു ഒരു ദിവസം അല്ലേ? അയ്യോ ദൈവമേ. അടുത്തോട്ടം ബിഗ് ബോസിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. ലൈഫ് മൊത്തത്തിലൊന്ന് മാറും. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. നോക്കട്ടെ അടുത്തെല്ലാം ബിഗ് ബോസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ, നിങ്ങളൊക്കെ ബിഗ് ബോസ് കയറി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് ആരെങ്കിലുമൊക്കെ വരട്ടെ. എന്തായാലും ഇപ്പോൾ ഉള്ള ഊളകളെയൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് പറ്റിണ്ടായിരിക്കും. അത് വിചാരിക്കേണ്ട കേസ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാക്കി എത്ര ഊളകൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലേ. വെറുതെ ഒരാഴ്ച പോയിട്ടേ തമ്മതല്ല ഉണ്ടാക്കിയിട്ടേ നല്ല ഭക്ഷണം കഴിച്ചിട്ടേ 4 ആൾക്കാരെ തെറി വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക അല്ലേ. അത്രയേ ഉള്ളൂ, വേറെ ഇപ്പോൾ കാര്യം ഇതിലിപ്പോൾ.